രണ്ടുപേരും റെഡി അല്ലേ? Yes, സ്റ്റാർട്ട് ma'am. ചെയ്താലോ? ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ഗുഡ് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിന്റെ ട്രെയിനേഴ്സ് ടോക്കിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി, സ്വദേശം ആലുവ, ഇപ്പോൾ ഉദ്യാന നഗരിയായ ബാംഗ്ലൂരിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. വിംബിൾ അക്കാദമി വ്യത്യസ്തതരമായ ഒത്തിരി കോഴ്സുകളായിട്ട് നമുക്ക് മുന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വിംബിളിന്റെ കൂടെയുണ്ട്. അവിചാരിതമായിട്ടാണ് ഞാൻ വിംബിളിൽ എത്തിച്ചേർന്നത്. സോഷ്യൽ മീഡിയ ആഡ് വഴി ഞാൻ എത്തിയത്. പക്ഷേ ഇപ്പോ വിംബിൾ അക്കാദമി ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന് ചേർന്ന് പോകുന്ന ഒരു നല്ലൊരു സുഹൃത്ത്, വഴികാട്ടി എല്ലാമായിട്ട് പോകുന്നു. അങ്ങനെ ആ യാത്ര മനോഹരമായി തുടരുന്നതിനിടെയാണ് ഞാൻ വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ഹലോ, കേൾക്കാമോ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഓക്കെ. ട്രെയിനേഴ്സ് ടോക്കിന്റെ 22nd ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. തികച്ചും വ്യത്യസ്തമായ കുറെ അവസരങ്ങളാണ് ഈ ട്രെയിനേഴ്സ് ടോക്കിംഗ് പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു പറഞ്ഞ ചെറിയ ചെറിയ തൈകളായിട്ട് നമ്മൾ നട്ടു വളർത്തുന്നു. ആ വളർത്തുന്ന ചെടികളെ വളരെ മനോഹരമായി പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഒരു വേദിയാണ് വിംബിള്. ആ തോട്ടത്തിൽ ഞങ്ങൾ കുറെ പുഷ്പങ്ങളുണ്ട്, പൂക്കളുണ്ട്. കുറച്ചു പേരൊക്കെ പുഷ്പങ്ങളായിട്ട് വിടർന്നു കഴിഞ്ഞു. അതിലേക്ക് പുതിയ കുറെ ആൾക്കാർ വന്നു ചേരുന്നുണ്ട്. 23rd ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 22nd ബാച്ച് ഏകദേശം ഒരു അവസാന സ്റ്റേജിലോട്ട് കിടക്കുമ്പോൾ 23rd ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21st ബാച്ചിലെ പൂർത്തീകരിച്ച ഒത്തിരി പേര് നമ്മോടൊപ്പം ഉണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാം വഴി നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ട്രെയിനിങ് നൽകുന്നത് ഫൈസൽ സാറും അർച്ചന മാമാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു തോട്ടക്കാരനെ പോലെ വളരെ നല്ല രീതിയിൽ നമ്മളെ പരിപാലിച്ചു വരുന്നു. നമ്മളിലുള്ള കളകളൊക്കെ പിഴുതു മാറ്റി കറക്റ്റായിട്ട് ആവശ്യത്തിന് വെള്ളവും വളമൊക്കെ തന്ന് കൂടുതൽ നഷ്ടപ്പെടാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു. അതാണ് വിംബിൾ അക്കാദമി. ഏറ്റവും നല്ലൊരു വേദി തന്നെയായിരിക്കും വിംബിൾ അക്കാദമിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിന്ധു മാം ആണ്. സിന്ധു സർലാബായ മാം. മാം വിംബിളിന്റെ 21st ബാച്ചിലെ മെമ്പറാണ്. മാം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ്. വിവ IT സൊല്യൂഷൻസിന്റെ കോ-ഫൗണ്ടർ കൂടിയാണ്. ലൈഫ് കോച്ചും കരിയർ ആൻഡ് അഡോളസെന്റ് കൗൺസിലറായിട്ട് മാം പ്രവർത്തിക്കുന്നുണ്ട്. മാമിനെ ഇന്നത്തെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ താങ്ക് യു മാം. മാം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ്. നമ്മളെല്ലാവരും വളരെ കംഫർട്ട് സോണിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വിചാരം കംഫർട്ട് സോണിൽ എഴുതുന്ന നമ്മളെല്ലാം ഓക്കെ ആണ് എന്നാണ്. ഈ കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു കോമ്പറ്റൻസ് ഫീൽഡിലോട്ട് വരാം, ആ ഒരു കാര്യം, അതായത് റീലേണിംഗ് എന്ന സൊല്യൂഷനെ കുറിച്ചാണ് മാം നമ്മോട് സംസാരിക്കുന്നത്. മാമിനെയൊക്കെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഇതിലേക്ക് ഭാഗമാകുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, Rashmi ma'am. Thank you so much. Good evening all. എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എന്നെക്കുറിച്ച് രശ്മി മാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ വിംബിളിന്റെ 21st ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിംബിൾ അക്കാഡമിക്ക് നമ്മുടെ ഫൈസൽ സാറിന്, അർച്ചന മാമിനൊക്കെ ഒരു വലിയ നന്ദി പറയുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എങ്ങനെയാ തുടങ്ങണ്ടേ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ചേർത്തതിന്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി തന്നതിന്, അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു സപ്പോർട്ടിന്, ഇപ്പോഴും കിട്ടുന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ വിംബിൾ അക്കാഡമിനോടും ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും ഒക്കെ നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് സെഷനിലേക്ക് പോയാലോ? ഇടയ്ക്കൊക്കെ ആർക്കെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണേ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നൊരു ഫീലിംഗ് പോകും. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ കുറെ പേരുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ കുറച്ചൊരു സന്തോഷമാണ്. റാവു സാറിനെ ഒക്കെ എല്ലാരെയും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രം കംഫർട്ട് ടു കോമ്പീറ്റൻസ് എന്നുള്ളതാണ്. അതായത് ഒരു റീലേണിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ കംഫർട്ട് സോൺ എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കാര്യം ഈ കംഫർട്ട് സോൺ നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം നമുക്കിത് മതി എന്ന് നമ്മൾ തന്നെ പറയുന്ന ഒരു സ്ഥലമാണ് കംഫർട്ട് സോൺ എന്നുള്ളത്.
അത് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അത് വിദ്യാർത്ഥിയാണെങ്കിലും അതൊരു പ്രൊഫഷണൽ ആണെങ്കിലും ഒരു വീട്ടമ്മയാണെങ്കിലും എല്ലാവർക്കും, അതായത് ഇന്ന ആൾക്ക് തന്നെ ഉള്ളൂ കംഫർട്ട് സോൺ എന്നില്ല, എല്ലാവർക്കും അവരവരുടേതായ ഒരു കംഫർട്ട് സോണില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളെയൊക്കെ കുറിച്ച് പറയുവാണെങ്കിൽ, എനിക്ക് എക്സാമിന് ഒന്ന് പാസ്സായാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നൊക്കെ എഴുതി ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സ്ഥലം. അല്ലെങ്കിൽ ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സാധനങ്ങൾ അങ്ങ് തുടർന്ന് പോട്ടെ, ഇനി പുതിയതായിട്ടൊന്നും എനിക്ക് പഠിക്കാനില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥലം. അപ്പൊ നമ്മൾ ചിലപ്പോൾ അധ്യാപകരുടെയൊക്കെ കേസ് പറയും, കുട്ടികളുടെ കൂടെ നിന്ന് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും അവരുടെ സ്റ്റൈലിലൊക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ അവർ പറയും, ഞങ്ങളിത് വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതാ, ഇത് മതി എന്ന് വെച്ചാൽ നമ്മൾ മാറാൻ തയ്യാറാവാത്ത, നമ്മൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കംഫർട്ട് സോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അതൊരു ടെമ്പററി റിലീഫാണ്. നമുക്ക് ഒരിക്കലും ഈ കംഫർട്ട് സോൺ നമ്മളെ റിലവന്റ് ആക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ലൈഫ് ലോങ് കോൺഫിഡൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് കൂടെ വേണം എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയം അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലോകം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോമ്പീറ്റന്റ് ആവേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ആവശ്യകത മനസ്സിലാക്കി ട്രെയിനിങ്ങിലേക്ക് വന്നവരാണ്. എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടോ അല്ലെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ട് നമ്മൾ ഓരോരുത്തരും ട്രെയിനിങ്ങിലേക്ക് വന്നതിൽ, അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടി ഷാർപ്പൻ ചെയ്യുന്നതിൽ. അപ്പൊ ആ കോമ്പീറ്റൻസ് എന്നുള്ളത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഫോണൊക്കെ ചാർജ് കുറയുമ്പോൾ അതൊരു ആ സേഫ് മോഡിലേക്ക് പോകും. പക്ഷെ അവിടെ നമുക്ക് അത് സത്യത്തിൽ കംഫർട്ടാണ്. പക്ഷെ അതിന്റെ ഫുള്ളി പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മളിൽ ഓരോരുത്തരിലും. അപ്പൊ നമ്മളിലുള്ള എവിടെയാണോ നമ്മളൊന്ന് സ്ട്രക്കായി നിൽക്കുന്ന ആ സ്ഥലം, അവിടെ നിന്ന് മാറി നമ്മുടെ സ്കിൽസിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ കംഫർട്ട് സോണിന്റെ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ആണെങ്കിലും നമ്മളൊക്കെ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്യും. അപ്പൊ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് ഈ മസിലൊക്കെ വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫിറ്റ് ആകണം എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ട്രെങ്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു പെയിൻ എടുത്താലേ ആ ഒരു ഗെയിൻ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതേ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നമുക്ക് കിട്ടൂല. ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സുരക്ഷാ കവചമാണ്. കാര്യം അവിടെ പ്രത്യേകിച്ച് ചോദ്യങ്ങളും പറച്ചിലും ഒന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ അത് നമ്മളെ ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. എവിടേക്കോ നമ്മുടെ ഈ വേൾഡുമായിട്ട് മാച്ച് ആവാണ്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കംഫർട്ട് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കംഫർട്ടിൽ നിന്നും നമ്മൾ കോമ്പീറ്റൻസിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാ. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ കോമ്പീറ്റൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള അറിവ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ, അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസിനെ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ശരിയായ സമയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ കോമ്പീറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കോമ്പീറ്റൻസ് ആണെന്ന് പറയാൻ പറ്റൂല. അത് വേണ്ട സമയത്ത് നടപ്പിലാക്കാനുള്ള നമ്മുടെ ഒരു കഴിവിനെയും കൂടിയാണ് ഈ കോമ്പീറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ സെഷൻ ഒന്നും അല്ല, നമ്മുടെ മനസ്സിന്റെ, അതായത് ഒരു മൈൻഡിന്റെ ഒരു കേസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഒരു സ്റ്റോറിയോടുകൂടി നമുക്കിത് തുടങ്ങാം. അതായത് ഒരു ഗ്രാമത്തില് രണ്ടു പേരുണ്ട്. നമുക്ക് രാജു അല്ലെ ബാബു എന്നോ നമുക്ക് അങ്ങനെ വിളിക്കാം. അപ്പൊ ഈ രാജുവും ബാബുവും ഒരേപോലെ വളർന്നവരാണ്. അതായത് അവർ ഒരേ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ പഠിച്ചു, ഏതാണ്ട് ഒരേ സമയത്ത് അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കി. അപ്പൊ അവർ ജോലിയിൽ പ്രവേശിക്കുന്ന കാലഘട്ടം പോലും ഏതാണ്ട് ഒരേ സമയത്താണ്. അങ്ങനെ ആദ്യം അവരുടെ കാലഘട്ടത്തിൽ കുഴപ്പമില്ല, അവർ ജോലിയിലൊക്കെ കയറി അവർ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്കറിയാം ഡെയിലി അപ്ഡേഷൻസ് ആണ്. അങ്ങനെ പതുക്കെ ലോകമൊക്കെ മാറി തുടങ്ങി. അപ്പം ഓഫീസുകളാണെങ്കിൽ പേപ്പർ വർക്കിനപ്പുറത്തേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയി, അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റ്സ് ഒക്കെ ക്യാഷിനപ്പുറത്തേക്ക് UPI പേയ്മെന്റിലേക്ക് പോകുന്ന സിസ്റ്റമായി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് പോലും, നമ്മൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് സൂമിലൊക്കെ ക്ലാസ് ചെയ്യുന്ന ഒരു സമയത്തേക്ക് മാറി. അപ്പൊ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പലർക്കും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും രാജുവിനെ സംബന്ധിച്ചിടത്തോളം
ഇയാൾ മാറ്റത്തിന് ഒരുക്കമല്ല. അപ്പൊ ഓഫീസിൽ പല കാര്യങ്ങൾ വരുമ്പോഴും ഇയാൾ പറയുന്നത് എനിക്ക് ഇത്രയൊക്കെ അറിയാം, എനിക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ, മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ ബാബു അങ്ങനെയല്ല. പക്ഷെ പറയുന്നുണ്ട് എനിക്കും ഇതൊന്നും അറിയത്തില്ല, പക്ഷെ എങ്കിലും ഇത് ആവശ്യമല്ലേ, നമുക്ക് ഓഫീസിൽ ഇനി തുടർന്ന് പോകണമെങ്കിൽ നമുക്ക് ഇത് ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമൊക്കെ കുറെ തെറ്റുകളൊക്കെ പറ്റി, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പം യങ് ജനറേഷനോ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവരൊത്തിരി കളിയാക്കി. പക്ഷെ ഇതൊക്കെ സഹിച്ചിട്ടാണെങ്കിലും അദ്ദേഹം ആവശ്യമായിട്ടുള്ള ഈ അറിവുകളെയൊക്കെ റീലേൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് നോക്കുമ്പോഴത്തേക്കും രാജുവിനെ സംബന്ധിച്ചുള്ള ആ കംഫർട്ട് സോണില് കക്ഷി എങ്ങനെയാണോ ഇരുന്നത് അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും സഹിച്ച് ഓഫീസിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മല്ലിടുന്ന ഒരു അവസ്ഥയും, ബാബുവിന്റെ ജീവിതം ഈ സാധനങ്ങളെ അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്തത് വഴി ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കോമ്പീറ്റന്റ് ആവുകയും അതുവഴി അദ്ദേഹത്തിന് സാലറി ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഓഫീസിൽ തന്നെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഒക്കെ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ സുരേഷ് എന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ബാബു എന്ന് പറയുന്ന അദ്ദേഹം കോമ്പീറ്റന്റ് ആയി, മറ്റേ കംഫർട്ട് സോണിൽ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോ സാഹചര്യത്തിനോ ഒന്നും മാറ്റം വരുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറണം എന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നതാണ് സിമ്പിളായിട്ട് ഈ ഒരു നമ്മുടെ കംഫർട്ടിൽ നിന്നും കോമ്പീറ്റൻസ് എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലേൺ, അൺലേൺ, റീലേൺ എന്നുള്ളത്. കാര്യം നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ ആ പഠിച്ച കാര്യങ്ങളെ ചിലതിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ മറക്കേണ്ടി വരും, അവിടേക്ക് പുതിയതിനെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കോമ്പീറ്റന്റ് ആവാൻ പറ്റുന്നത്. അപ്പൊ ഇനി ലേണിംഗ് അല്ലെങ്കിൽ ലേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് പലരും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ കിട്ടുന്ന കാര്യമാണെന്നാണ്. ശരിയാണ്, നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂൾ പഠനകാലത്തും കോളേജ് കാലത്തും ഒക്കെയാണ് അല്ലെ. സ്കൂളിൽ നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി അതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കോളേജ് തലത്തിൽ പഠിക്കും. പക്ഷെ ഇവിടുന്ന് പഠിക്കുന്ന പഠനം മാത്രമാണോ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെ? അതുകൊണ്ട് നമ്മുടെ പഠിത്തം തീരുവോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ജീവിതത്തില് നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കും. കാര്യം എപ്പോഴാണോ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ പഠനം തുടങ്ങുന്നതെന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ബിരുദമുണ്ടോ എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമുക്ക് ആ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ലേൺ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഉപയോഗമുണ്ട്, പക്ഷെ നമ്മൾ ഡെയിലി നമ്മുടെ പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് പോലും എക്സ്പയറി ഉള്ള ഒരു കാലമായത്. കാര്യം നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ITI ക്വാളിഫിക്കേഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് ചെന്ന ഒരു ജോലി ഉണ്ട്. കാര്യം എപ്പോഴും സർട്ടിഫിക്കറ്റ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഇപ്പൊ അങ്ങനെയല്ല, അയാളുടെ സ്കില്ല് അതിനോടൊപ്പം തന്നെ നോക്കും, അയാളുടെ സ്കില്ല് നോക്കും, അല്ലെങ്കിൽ അയാൾ ആ സാഹചര്യമായിട്ട് അഡാപ്റ്റബിൾ ആണോ എന്ന് നോക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കിത് വരുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളെ നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെ കുറച്ച് നാൾ കൊണ്ടോ സ്കൂളിൽ പോയതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഇത് വീട്ടിൽ നിന്നുള്ള സാഹചര്യത്തിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ ഈ അറിവുകൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ പഠിക്കും, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും, അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തോൽവികളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ പഠിക്കും. അപ്പൊ ഇങ്ങനെ പല പല അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ആ പഠിച്ച കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നത്. കാര്യം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചെറിയ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറെ വിശ്വാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോലും തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാ. നമ്മളൊന്ന് ചിന്തിച്ച് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ആ ജീവിതത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഒരു ലൈഫ് സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഫോം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ കുറേ വിശ്വാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് ഒരു സിമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കഥയെന്ന് വെച്ചാല് ചില്ലുവാതിലിന് മുന്നിൽ നിൽക്കുന്ന ഒരു നായയുടെ കഥയുണ്ട്. അതായത് ഒരു നായക്കുട്ടി, ആ നായക്കുട്ടീനെ ഒരു വീട്ടിൽ വളർത്താനായിട്ട് കൊണ്ടുവരിക. അപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് ഇത് പെരക്കകത്തൊക്കെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തേക്കും ഓടിപ്പോവും. അപ്പൊ ആ കിച്ചന്റെ വാതിലില് ഒരു ഗ്ലാസ് ഡോറ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, കാര്യം ഇത് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ നായക്കുട്ടി പല പ്രാവശ്യം ഓടുമ്പോഴൊക്കെ ഇത് ഈ വാതിലിൽ ചെന്നിട്ട് ഇടിക്കും, അതിന് വേദനിക്കും, അത് കരയും, അതിന് പേടി തോന്നും, വീണ്ടും അത് തിരിച്ചു വരും, പിന്നെയും ഇത് ഓടും. ഇങ്ങനെ പല ആവർത്തിയായി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് തോന്നി അവിടെ ഒരു മതിലുണ്ട്, അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീല് ആ നായക്കുട്ടിയിൽ ഫോം ചെയ്തു. അപ്പൊ വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ഈ നായ വലുതായി, നമ്മൾ അതിനെ കണ്ടാൽ പേടിക്കുന്ന പോലെ വലുതായി അത്.
പക്ഷെ ഇപ്പം വാതിൽ തുറന്ന് കിടന്നാൽ പോലും ആ വാതിൽ കൂടി പുറത്തിറങ്ങാൻ ഈ നായ ശ്രമിക്കാറില്ല. അതിന്റെ മുന്നിൽ കൂടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷെ എങ്കിൽ പോലും ആ നായ ആ വാതിലിന് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കത്തില്ല. കാര്യം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉള്ളിൽ കുഞ്ഞിലേ കിട്ടിയ വിശ്വാസമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഒരു മതിലുണ്ട്, അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് കുഞ്ഞിലേ അതിന്റെ മനസ്സിൽ വന്ന ആ ഒരു വിശ്വാസമാണ് അതിനെ ഇപ്പോഴും പുറത്തു പോകാൻ പറ്റാണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാല് നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ വിശ്വസിച്ച് വന്ന, അല്ലെ, നമുക്കിപ്പോഴും നമ്മൾ തന്നെ അടച്ചിട്ട പല വാതിലുകളും ഉണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നൊന്നും പുറത്തു പോകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഒരു വിശ്വാസത്തിനെയാണ് നമ്മൾ ഈ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് നമ്മൾ ചെറുതിലെ പഠിച്ച പല കാര്യങ്ങളും ഒന്നും ഇപ്പോഴത്തെ സത്യങ്ങളല്ല, അല്ലെ? പക്ഷെ പഴയ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഫോം ചെയ്ത് വന്നതാണ്. പക്ഷെ എങ്കിലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത് വിശ്വാസമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മൾ നല്ല കുട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ വളർത്തും. അതായത് നമ്മൾ വേറെ ആരോടും എതിർത്ത് പറയരുത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നതിൽ സന്തോഷിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ വലിയ റിസ്ക് ഒന്നും എടുക്കാൻ പോകണ്ട. ഇതൊക്കെ നമുക്ക് ചെറുതിലേ നല്ലതാണ്, ആ സാഹചര്യങ്ങൾക്ക് അത് യോജിക്കുന്നതുമാണ്. പക്ഷെ കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളെ മാറ്റി പുതിയ വിശ്വാസങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നല്ല കാര്യങ്ങൾ തന്നെ ആയിരുന്നു. പക്ഷെ എല്ലാ പഠനവും സ്ഥിരമല്ലെന്നും നമ്മുടെ അവസ്ഥകൾക്കും അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾക്കും അനുസരിച്ചിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ ഇതിനെ മാറ്റാൻ പഠിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഈ അൺലേൺ എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ലേണിനെ കുറിച്ചിട്ടാണ്. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഈ നമുക്ക് വിശ്വാസം കിട്ടിയത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമ്മളിത് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമുക്ക് ഈ അൺലേണിങ് എന്നുള്ളത് വരുന്നത്. കാര്യം അത് കുറച്ചും കൂടി കഠിനമായിട്ടുള്ള ഒരു ഘട്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതിനെയും വിട്ടൊഴിയാനുള്ള ഒരു ധൈര്യം നമ്മൾ തന്നെ കാണിക്കേണ്ട ഒരു സ്റ്റേജ് ആണത്. അപ്പൊ അൺലേൺ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരിക്കലും ഒരു മറവി എന്നുള്ളതല്ല, അതിന് പകരം നമ്മൾ അപ്ഡേറ്റ് ആകുക എന്നുള്ളതിനെയാണ് അൺലേൺ എന്നുള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നത്. കാര്യം നമുക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത, നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത കുറെ വിശ്വാസങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ അങ്ങ് വിട്ടുകളയുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് കോൺഷ്യസ് റെസിസ്റ്റൻസ് വരും, ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി മിസ്മാച്ച് വരും. ഇതൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിലാണ്, നമ്മുടെ പല വിശ്വാസങ്ങളെയും നമ്മൾ അൺലേൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ നമ്മളിൽ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് നമ്മൾ സൈക്കോളജിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിൽ ഏതാ പവർഫുൾ എന്നൊക്കെ ഇപ്പൊ നമുക്കറിയാം. കുറെ മുന്നേ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമുക്ക് ഈ നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെയും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒക്കെ നമ്മളിപ്പോ ഒരു ഐസ്ബർഗുമായിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു 10% ഉണ്ടാവുള്ളൂ, ഒരു 90% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ അത്രത്തോളം പവർഫുൾ ആണത്. അപ്പൊ നമ്മൾ തീരുമാനമെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തെ ഓടിച്ചു കൊണ്ടുപോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ട് പറയുകയാണ് അപ്പൊ നാളെ അല്ലെങ്കിൽ നമുക്ക് അല്ല എന്ന് നമ്മൾ പറയുമ്പോ, മാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, ഞാൻ കോൺഫിഡന്റ് അല്ല, എനിക്ക് നാളെ തൊട്ട് അത് ചെയ്യണം എന്ന് നമ്മൾ കോൺഷ്യസ്ലി പറയുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിലെ വിശ്വാസം നമ്മൾ അത്ര പോരാ എന്നുള്ളതാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് നമ്മളിത് മാറ്റാൻ പറ്റൂല. കാര്യം അപ്പൊ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പറയും, ഇല്ല നിനക്കിത് ചെയ്യാൻ പറ്റത്തില്ല, നീ ഇത് ചെയ്യണ്ട എന്നുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മളിൽ തന്നെ ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ അൺലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. കാര്യം കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചിന്തിക്കുന്നു, അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശ്വാസങ്ങളെ നമ്മൾ മാറ്റണം, എന്നിട്ട് പകരം അവിടെ പുതിയ വിശ്വാസങ്ങളെ നമ്മൾ കൊണ്ടുവരണം. അപ്പം അവിടെയുള്ള പഴയ വിശ്വാസങ്ങളെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ അൺലേണിംഗ് എന്നുള്ളതുമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മുടെ കയ്യിൽ ഒരു കപ്പുണ്ട്, അത് നിറച്ച് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വീണ്ടും നമുക്ക് സംഭവങ്ങളെ ഇടാൻ പറ്റൂല. അപ്പൊ ആ കപ്പിലുള്ള ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളെങ്കിലും നമ്മൾ പറക്കി കളയണം. അത് പറക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഈ വിശ്വാസം മാറ്റാനായിട്ട് നമ്മൾ തുടങ്ങും.
അപ്പൊ ആ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റിയിൽ ഒരു മിസ്മാച്ച് വരും. കാര്യം നമ്മൾ അതുവരെ വന്നുകൊണ്ടിരുന്ന ഒരു രീതിക്കകത്ത് കുറച്ച് മാറ്റം വരുമ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി പ്രോബ്ലം വരും. അപ്പൊ എനിക്ക് ഇതാവത്തില്ല എന്നൊരു തോന്നല് നമ്മളിൽ വരും. അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലുവർ, നമുക്ക് തോറ്റു പോകുന്നൊരു തോന്നല്, അതല്ലെങ്കിൽ ഇത് ഇനി ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യുവോ, അല്ലെങ്കിൽ അവരെന്ത് പറയും എന്നൊക്കെയുള്ള ഒരു തോന്നല് നമുക്ക് വരും. അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം നമുക്ക് വരും. അവോയ്ഡൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പൊ ഇത് ഇവിടെയാണ് നമുക്ക് മിക്കവാറും ഈ പ്രൊക്കാസ്റ്റിനേഷൻ ഒക്കെ വരുന്നത്, അല്ലെ? മാറ്റിവെക്കും നമ്മൾ പലതിലും. അപ്പൊ നമ്മൾ ഈ പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നത് തന്നെ അസാസിനേഷൻ ഓഫ് ഡ്രീംസ് എന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളെ അവിടെ എത്തിക്കാൻ പറ്റാത്തത് നമ്മുടെ ഈ മാറ്റിവെക്കൽ കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളെയും മാറ്റിവെക്കുന്നത് എന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങളെ മാറ്റിവെക്കുന്നത്? പ്രധാനമായിട്ടും വേണ്ടത്ര മടിയുണ്ട്. ഒരു പറഞ്ഞേട്ടെ മടി എന്ന് സാറേ. പറയുന്നത് കേൾക്കാം. ഹലോ, ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല സാറേ, കേൾക്കാം. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മടി എന്നുള്ളതാണ്. പിന്നെ ചെയ്യാമെന്നല്ലോ. അതായത് ഈ നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഉള്ള ഒരു കാര്യത്തിൽ നമുക്ക് മടി വരുമോ? അപ്പൊ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പൊ ആ ക്ലാരിറ്റി കുറയുമ്പോഴും നമ്മൾ കാര്യങ്ങളെ മാറ്റി വെക്കും, നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഐഡന്റിറ്റീനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. എന്തോ? അല്ല, പറഞ്ഞോളൂ എന്ന് പറയാം. ഓക്കെ സാർ, ഓക്കെ. അപ്പം ഇത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ല, നമ്മളിൽ ഒരു ക്ലാരിറ്റി കുറവ്, അല്ലെങ്കിൽ നമുക്കൊരു ഐഡന്റിറ്റി മിസ്മാച്ച്, ഇതൊക്കെ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച വിശ്വാസങ്ങളെ മാറ്റിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് തന്നെ എക്സാമ്പിൾ അറിയാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള ഉദാഹരണമാണെങ്കിൽ, നമ്മളെല്ലാവരും ഒരു പരുവം വരെയും കാശ് ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാ. പിന്നീടാണ് നമ്മൾ ATM-ലേക്ക് ആകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ UPI-യിലേക്ക് പോകുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഓരോ ഘട്ടത്തിലേക്കും വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് എങ്കിലും പല ഭാഗത്തുനിന്നും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, കാശിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഡയറക്റ്റ് ബ്രാഞ്ചിൽ പോകുന്നവരായിരുന്നു. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് വഴി ചോദിക്കണം. ആ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വണ്ടി നിർത്തി പലരോടും ചോദിച്ചൊക്കെ പോയിരുന്നു. നമ്മൾ ഇന്ന് ഗൂഗിൾ മാപ്സോ മാപ്പിൾസോ ഒക്കെ എടുക്കുന്നതിലേക്ക് വന്നു. അപ്പൊ നേരത്തെ പഠിച്ച കാര്യങ്ങളെ നമ്മളൊന്ന് കയ്യിൽ നിന്ന് വിട്ടത് കൊണ്ടാണ് നമ്മൾ പുതിയതിനെ എടുക്കുന്നത്. പക്ഷെ ഇല്ല, ഞാൻ അങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, ഞാൻ നേരത്തെ തൊട്ടേ ചെയ്യുന്നത് അങ്ങനെയാ, ഞാൻ ഇനി അങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ പുതിയതിനെ എടുക്കാൻ പറ്റില്ല. അതായത് ഒരു കുരങ്ങന്റെ കഥയുണ്ട്. അതായത് ഒരു കാട്ടില് ഒരു കുപ്പി കിടപ്പുണ്ട്. ഈ കുപ്പിയിൽ നിറച്ചനെ നിലക്കടലയായിരുന്നു. അപ്പൊ അതുവഴി വന്ന ഒരു കുരങ്ങൻ ഈ കുപ്പിയിൽ കിടക്കുന്ന നിലക്കടല കണ്ട്. അപ്പൊ ഇവന് ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹം കുപ്പിക്കുള്ളിലേക്ക് കൈയിട്ടിട്ട് ഈ നിലക്കടല വാരി എടുക്കുക. അപ്പൊ കൈ നിറച്ചന് നിലക്കടലയാ. അപ്പൊ ഈ കുപ്പിയുടെ വായ ചെറുതായതുകൊണ്ട് തന്നെ ഈ നിലക്കടലയോട് കൂടിയിട്ട് ഈ കൈയെ പിടിച്ച് പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടി കക്ഷിക്ക് പറ്റുന്നില്ല. എന്നാൽ ഇയാളിത് കൈ പുറത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ കടലയെ ഉപേക്ഷിക്കാനും തയ്യാറല്ല. അപ്പൊ കുറെ നേരമൊക്കെ കൈ പിടിച്ച് വലിച്ചു നോക്കി. പിന്നെ അങ്ങ് ദേഷ്യമായി. പിന്നെ കുറച്ചു നേരം കുഴഞ്ഞു. ഒരു രക്ഷയില്ല. പക്ഷെ എന്നിട്ടും ഇയാൾ ഈ കൈ വിടാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ വന്നു. അപ്പൊ ഈ കുരങ്ങനെ പിടിച്ചു എന്നാ കഥ. സത്യത്തില് ഈ കുരങ്ങനെ കുടുക്കിയത് ഈ കുപ്പിയുടെ വായ ചെറുതാണോ എന്നുള്ളതല്ല. അപ്പൊ അവനത് വിട്ടുകളയാൻ തയ്യാറാകാത്തത് കൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാര്യം നമ്മുടെ ചിന്തകളെയോ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളെയോ നമ്മുടെ കംഫർട്ട് സോണിനെയോ ഒക്കെ വിട്ടുകളയാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പല സാധനങ്ങളെയും ചിലപ്പം നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും നമുക്ക് നഷ്ടമാകും. അപ്പൊ ചിലപ്പോഴൊക്കെ പിടിച്ചു വെക്കുന്നതിനപ്പുറം നമ്മളെ സുരക്ഷിതരാക്കുന്നത് വിട്ടുകൊടുക്കുന്നതാണ് എങ്കിൽ ആ വിശ്വാസം മാറ്റിയിട്ട് പുതിയതിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് അൺലേൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാര്യം. ഇപ്പം എന്റെ വില മറ്റുള്ളവരുടെ അംഗീകാരത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ അംഗീകാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ എന്റെ പഠനമൊക്കെ നേരത്തെ നിന്ന് പോയതാ, ഇനിയിപ്പോ പ്രായമൊക്കെ ആയി, എനിക്കിനി പഠിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ കോളേജ് വെച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ആരോടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് എന്റെ സെൽഫിഷ്നെസ് ആണോ? ഇതൊക്കെ നമ്മുടെ വിശ്വാസമായി. ഞാൻ അങ്ങനെ പറഞ്ഞു പോയ അതൊരു സെൽഫിഷ്നെസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം ഫെയിലായി, ആ ഫെയിലിയർ എല്ലാവരും എന്നെ ഇനി അങ്ങനെ ആയിരിക്കുമോ കാണുന്നത്, ഞാൻ ഫെയിലായി പോയി എന്നുള്ള രീതിയിലായിരിക്കുമോ? ഇങ്ങനെ
അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മതി, ഇനി പുതിയത് പഠിച്ചിട്ടൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ ഉറപ്പായിട്ടും അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ കോമ്പീറ്റൻസിലേക്ക് പോകുന്നതിന് തകർക്കുന്ന കുറെ കാര്യങ്ങളാണ്. അവിടെയാണ് നമുക്കിനി അപ്പൊ നമ്മൾ ലേണിംഗ് എന്താണെന്ന് നമ്മൾ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ അൺലേൺ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത എന്തുകൊണ്ടാണെന്നും പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ നമുക്ക് വേണ്ടത് റീലേൺ എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മൾ മാറ്റിയ വിശ്വാസങ്ങൾക്ക് പകരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ വിശ്വാസങ്ങളെ, അതിനെ നമ്മൾ റീലേൺ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പൊ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം അവന് കുറച്ചും കൂടി സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് അല്ലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസോ ഒക്കെ റിലവൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ അവർക്ക് പഠിക്കാം. ഇതൊക്കെ എനിക്ക് ഇന്നത്തെ കാലത്ത് ഉപയോഗമാണ് എന്ന് വിചാരിച്ചിട്ട് ആ പുതിയ സ്കിൽസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം കക്ഷിക്ക് പുതിയ ടൂളുകൾ പഠിക്കാം, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അപ്സ്കില്ല് ചെയ്യാം എന്തിനെയൊക്കെ. ഇപ്പൊ നമുക്ക് പ്രസന്റേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ AI ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് മീറ്റിംഗ്സിലൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പുതിയ സ്കിൽസിനെ ആ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് മാറ്റിയിട്ട് പുതിയ സാധനങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പൊ അധ്യാപകരൊക്കെ നമ്മൾ പറയും, നമ്മൾ കുട്ടികളോടൊപ്പം ചേർന്നിട്ട് അവർക്കൊരു ഗൈഡായിട്ട് മാറുന്ന രീതിയിലേക്ക് പോവുക. പണ്ടൊക്കെ നമുക്കറിയാം ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിൽ വരുന്നത് വലിയ ചൂരലും വടിയൊക്കെ ആയിട്ടാണ്. ഇപ്പൊ നമുക്കത് പറ്റില്ല. അപ്പൊ ചൂരലിനും വടിക്കും അപ്പുറം ആ കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ അവരോടൊപ്പം പഠിച്ച് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഡിജിറ്റൽ ലിറ്ററസിയും അല്ലെ കമ്മ്യൂണിക്കേഷനും ഫിനാൻഷ്യൽ അവയർനെസ്സും ഒക്കെ ഇനി വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതിനപ്പുറം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊന്നും നമ്മൾ പഠിക്കുക. ഞാനത് പറഞ്ഞത് നമ്മുടെ വീടിനടുത്ത് വയസ്സായ 2 പേര് താമസിക്കുന്നുണ്ട്. ഇപ്പം 3 മക്കളാണ്. ഇപ്പം പെൺകുട്ടീനെ കല്യാണം കഴിച്ചയച്ചു, 2 ആൺകുട്ടികളുള്ളത് പുറത്താണ്. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പ്രായമായി. അപ്പൊ ഇവര് പലപ്പോഴും വിളിക്കുന്നത് അടുത്ത വീട്ടിലെ കുട്ടികളെ വിളിച്ച കാര്യം അറിയുന്നത്. കാര്യം ഇവരുടെ കയ്യിലുള്ളത് കുഞ്ഞു ഫോണാണ്. ഈ സ്മാർട്ട് ഫോൺ ഒന്നും ഉപയോഗിക്കാൻ ഇവർക്ക് 2 പേർക്കും അറിയില്ല. അപ്പൊ അച്ഛനോട് പറയുമ്പോൾ തന്നെ അച്ഛൻ അത് പറയും, ഇങ്ങനെ ഈ വെറ്റയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഒന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഈ കൊച്ചു വന്ന് വിളിക്കുമ്പോൾ അപ്പൊ ഇത് സ്കൂളിലോ ക്ലാസ്സിലോ ഒക്കെ പോയി കഴിയുന്ന സമയം നോക്കിയാണ് പലപ്പോഴും ഇവര് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരുടെ നിർബന്ധപ്രകാരം ഇടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലാണ്ട് വന്നു രാത്രിയിൽ. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടായി. അങ്ങനെ ഈ ഫോണൊക്കെ വാങ്ങിച്ചു. ഈ ഫോൺ വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നീട് കക്ഷി സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യകത മനസ്സിലായിട്ട് ഈ 2 പേരും ഈ ഫോൺ ഉപയോഗിക്കാനായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മക്കൾക്ക് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലും ഒക്കെ ഇവരെ വീഡിയോ കോൾ ചെയ്യാന് ഇതൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവരത് പഠിക്കേണ്ട ഒരു ആവശ്യകത ആയതുകൊണ്ട് അവർ ആ സാധനങ്ങളെ റീലേൺ ചെയ്തു. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഭയങ്കര പേടി ഓൺലൈൻ ട്രാൻസ്ഫർ. ഇപ്പൊ പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കേൾക്കുമല്ലോ ഇങ്ങനെയുള്ള അബദ്ധം പറ്റിയെന്നൊക്കെ. അപ്പൊ അതൊക്കെയാ അച്ഛൻ എപ്പോഴും പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ മാറ്റിയിട്ട് ഒരു ആവശ്യകത വന്നപ്പോൾ ഇപ്പൊ നേരത്തെ അക്ഷയയിൽ പോയ ഇലക്ട്രിക് ബില്ലൊക്കെ അടച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനും ഒക്കെ പഠിച്ചു. അപ്പൊ കക്ഷി കുറെ അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും കുറെ മാറി. അപ്പൊ കുറെ സൗകര്യങ്ങൾ കിട്ടി. മക്കളെ എപ്പോ വേണമെങ്കിലും കാണാം, അവർക്കും സമാധാനമായി. അപ്പൊ മറ്റേത് അവരിങ്ങനെ അടുത്ത വീട്ടിൽ വിളിച്ച് ചോദിക്കണം, ആ കുട്ടി വരുമ്പോൾ മാത്രമേ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, അപ്പൊ നമ്മൾ ഒരു റീലേണിങ്ങിന്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് നോട്ടീസ് ചെയ്യണം, ഇല്ലേ, ലോകം എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ അവിടെ ഇനി എനിക്ക് അവിടെ നിൽക്കണം എന്നുള്ളെങ്കിൽ എന്റെ പ്രസക്തി എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യുക. അതിനുശേഷം നമ്മളെ എന്താണോ പിന്നോട്ടാക്കുന്നത് അതിനെ നമ്മളങ്ങ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇനി ഞാൻ എന്ത് പഠിച്ചാലാണ് എനിക്ക് ഇതിനോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ അതിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് നോട്ടീസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വേണ്ടാത്ത സംഭവങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നു, പുതിയ കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണിത്. ചെറിയ ചെറിയ ചുവടുകൾ നമ്മൾ നിരന്തരമായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ മാറ്റമായിരിക്കും വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ കംഫർട്ടിന് അപ്പുറത്തുള്ള ഈ കോമ്പീറ്റൻസിന്റെ വേർഡിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയാണ് നമ്മുടെ ഈ റീലേണിംഗ് എന്നുള്ളത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ലോകമുണ്ട്. ആ കോമ്പീറ്റൻസിൽ എനിക്ക് എന്തെല്ലാം കിട്ടും എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ വഴിയിൽ കൂടെ പോയെങ്കിലേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഒരു പെൻസിലിന്റെ കഥയുണ്ട്. അത് കംഫർട്ടിൽ നിന്നും കോമ്പീറ്റൻസിലേക്ക് പോയ ഒരു കഥയായിട്ടാണ് പറയുന്നത്. അതായത് ഈ പെൻസിൽ, ഒരു പുത്തൻ പെൻസിൽ, അതിങ്ങനെ ബോക്സിനുള്ളിൽ കിടക്കുകയാണ്. അവിടെ അതിന് പ്രത്യേകിച്ച് പ്രഷറൊന്നുമില്ല, അതിനെ ഒന്നും എഴുതണ്ട ചെയ്യണ്ട, അവിടെ പ്രത്യേകിച്ച് അതിനെ ആരും ഷാർപ്പൻ ചെയ്യുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ പെൻസിൽ കഴുകുന്നുണ്ട്, എനിക്കിത് സുഖമാണ്. കാര്യം ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആരും എന്നെ ഉപയോഗിക്കുന്നില്ല, കൂടെ ഉള്ളവരെ പലരെയും പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ആരോ പെൻസിൽ എടുത്ത് അതിനെ ഷാർപ്നറിൽ വെക്കുകയാണ്. അപ്പൊ പെൻസിലിന് നല്ല വേദന തോന്നി. അപ്പൊ അത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ഈ ഷാർപ്നർ പറഞ്ഞു, ഇത് നിന്നെ വേദനിപ്പിക്കുവല്ല, നിനക്കിത് എഴുതാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ സമയമായപ്പോ അതിന്റെ ഒരു കംഫർട്ട് പോയിട്ട് അതിനൊരു പ്രഷർ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഈ ഷാർപ്നർ ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഇച്ചിരി ചെറുതാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ അതിന്റെ കുറച്ച് ഭാഗമൊക്കെ പോയി, അത് ചെറുതായി ചെറുതായി വരുന്നു. അപ്പൊ അത് കരുതി എന്നെ നശിപ്പിക്കുകയാണ് ഇത് എന്നുള്ളതായി. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഷാർപ്നർ ചെയ്യുന്നതിനനുസരിച്ച് അത് എഴുതാൻ കഴിവുള്ളതായിട്ട് മാറുകയായിരുന്നു ആ പെൻസിൽ. അപ്പം ആ പെൻസിൽ പിന്നെ പേപ്പറിനെ തൊടുന്നു, ഇല്ല അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വാക്കുകൾ വരുന്നു, ആ വാക്കുകൾക്ക് ഒരു അർത്ഥം വരുന്നു. പെൻസിലിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുകയാണ്, ആ ബോക്സിൽ കിടന്നപ്പോൾ ഞാൻ സുരക്ഷിതനായിരുന്നു. പക്ഷെ എന്നെ അർത്ഥമുള്ളതാക്കിയത് അല്ലെങ്കിൽ എന്നെ ഉപകാരപ്രദമാക്കിയത് ഈ ഒരു ഞാൻ ആ ഷാർപ്നർ ചെയ്ത് എന്നെ മൂർച്ച കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നുള്ള തിരിച്ചറിവ് പെൻസിലിന് വരികയാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ആ ബോക്സ് അല്ലെ പെൻസിൽ കിടന്ന ആ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ട് സോൺ ആയിട്ട് കാണാം. ഇല്ലെങ്കിൽ ആ ഷാർപ്നറാണ് നമുക്ക് വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ റീലേണിങ് എന്നുള്ളത്. ആ ഒരു പ്രാക്ടീസും പ്രഷറും ഒക്കെയാണ് ആ പേപ്പറിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ആ റൈറ്റിംഗ് എഴുതാനുള്ള കഴിവാണ് ഇതിൽ നിന്നെല്ലാം അത് നേടിയെടുത്ത ആ കോമ്പീറ്റൻസ്. അപ്പൊ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും സംരക്ഷിക്കും. പക്ഷെ കോമ്പീറ്റൻസ് മാത്രമാണ് നമ്മളെ ഒരു പ്രസക്തനാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഗുണമുള്ള ഒരാളാക്കുന്നത് എപ്പോഴും നമ്മുടെ കോമ്പീറ്റൻസ് ആണ്. അപ്പം നമ്മളെ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ജീവിതം നമ്മളെ ഷാർപ്പൻ ചെയ്യും. ഉറപ്പായിട്ടും നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ പല സാഹചര്യങ്ങളോടും നമ്മൾ പൊരുതേണ്ടി വരും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ ശിക്ഷയായിട്ട് കാണരുത് എന്നുള്ളതാണ്. നമ്മളെ ഉപയോഗയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചേഞ്ചസും ചലഞ്ചസും ഒക്കെ നമ്മളെ ഷാർപ്പൻ ചെയ്യും. ഈ അൺലേണിംഗ് എന്നുള്ള ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചോളം അത് വേദനയുള്ളതാണ്. അല്ലെങ്കിൽ റീലേണിംഗ് എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ അതാണ് നമ്മളെ കോമ്പീറ്റൻസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാര്യം നമ്മളെല്ലാവരും ഇപ്പൊ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പല സാഹചര്യങ്ങളും നമ്മൾ ചിലപ്പം നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ വരുമ്പം നമ്മളിങ്ങനെ നോക്കും, ഇതെന്താ എനിക്കിങ്ങനെ. പക്ഷെ അല്ല, ഈ നമ്മൾക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും ആ ഓരോ സാധനങ്ങളും നമ്മൾ പലപ്പോഴും നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെ തകർത്ത് നമുക്ക് പുതിയ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ തുറക്കുന്ന കുറെ വാതിലുകളുണ്ട്. അതായത് നാലപ്പാട് നാരായണ മേനോന്റെ ഒരു കവിത തന്നെ ഉണ്ട്, ഉരുക്കിടുന്നു മിഴുനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനേക ശില്പി മനുഷ്യകൃത്താം ഹൃദയത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാനാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സാധനങ്ങളും നമ്മളെ ഇങ്ങനെ സ്ട്രെങ്ത് ആക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കോമ്പീറ്റന്റ് ആക്കുമ്പോൾ നമുക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ചില സമയത്ത് നമ്മൾ അൺലേൺ ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ അൺലേൺ ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങളെ നമ്മൾ റീലേൺ ചെയ്യുക. അങ്ങനെ കുറച്ചും കൂടെ കരുത്തുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഇനി ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒത്തിരി അനുഭവങ്ങൾ ഉള്ളവരാണ്. അപ്പൊ ഓരോരുത്തരുടെയും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഇത്തിരി നേരത്തെ തീർന്നു തോന്നല്ലേ മാം? കുറച്ചുകൂടി വേണം. അതെ, കുറച്ച് നേരത്തെ തീർന്നു. എന്നാലും ഇനി ആർക്കെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? അതുകൊണ്ടാ കുറച്ചും കൂടി, ഇതെല്ലാവർക്കും അറിയുന്ന ടോപ്പിക് ആണല്ലോ, കാണും എന്തെങ്കിലുമൊക്കെ. അതെ അതെ. ഹലോ സിന്ധു മാം, മാം അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് കുറെ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് എന്താണ് സ്റ്റിഗ്മകൾ ഉണ്ടല്ലോ. അതൊക്കെ അതെ. അൺലേൺ ചെയ്യുക ആദ്യം, പിന്നീട് റീലേൺ ചെയ്യുക. ഇതൊക്കെ വലിയ പാടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോ അതെ. ഒരുപാട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അത് ജീവിതത്തിലേക്ക് കൊണ്ട് പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ക്ലാസ്. പിന്നെ അതുപോലെ തന്നെ ഈ റീലേൺ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ്.
ഇപ്പൊ മാം പറഞ്ഞ ആ തൊട്ടടുത്ത കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, മൊബൈല് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടെല്ലാം എന്തെല്ലാം ദോഷങ്ങൾ വരുന്നുണ്ടല്ലേ. സ്കാം ആയിട്ടുള്ള ഒരു പല ഇത് അങ്ങനെ വരുന്നതുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് പഠിച്ചെടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ ChatGPT ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ ട്രെയിനിങ്ങിന് വന്നതിന് ശേഷമാണ് ChatGPT ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പൊ ശരിക്കും ഞാൻ അതിൽ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓ ശരി, വെരി ഗുഡ് മാം. എത്ര ഭയങ്കര എന്തൊരു ഈസിയാണ്. മറ്റേത് ഞാൻ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണെന്ന് അറിയോ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഞാൻ ദിവസവും പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം. അതിൽ പ്രായമൊന്നും ഒരു എന്നെ കാണുമ്പോൾ തന്നെ അറിയാലോ, പ്രായമൊന്നും അതിലൊരു ഇതേ അല്ല. അപ്പൊ പഠിക്കാനുള്ള ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പൊ മാം അത് കൂടുതൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒരുപാട് നന്ദി. താങ്ക് യു. അത് പറഞ്ഞപ്പോ പറയട്ടെ, ഇന്ന് ഫജറുന്നിസ മാമിനെ കാണുന്നില്ല കേട്ടോ. അതെ, അതെ, ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുവാണോ? അല്ല 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 യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാ ഇരുന്ന വേഷത്തിൽ അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ഓണാക്കാഞ്ഞത്. സമാധാനായോ? അതെ അതെ, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ആ ചിരിക്കുന്ന മുഖം കാണുമ്പോഴാണ് നമുക്കൊരു ഊർജം. ഉം. ഒരു തിരുവനന്തപുരം വരെ പോയിട്ട് വന്ന ആ ഒരു ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. യെസ്, റോഫ് സർ എന്തോ പറയാൻ വന്നല്ലോ. അല്ല, ഫജറുന്നീസ മാം പണ്ടേ പുലിയാണ് എന്ന് പറയാം. പണ്ടേയോ? അതെങ്ങനെ അറിയാം? അതെ അതെ, ഞങ്ങള് പുപ്പുലിയാക്കി ഇവിടെ അങ്ങനെ വന്നപ്പോ. ആയിരിക്കുമല്ലോ. അല്ല, പഠിക്കാൻ ഗുഡ്. കിട്ടുന്ന അത് ഏത് കാര്യമാണെങ്കിലും ശരി, എന്ത് പഠിക്കാനും ഞാൻ തയ്യാറാണ്. ഇപ്പോഴും അതെ, പണ്ടും അതെ, ഇനിയും അതെ. മരിക്കുന്നത് വരെ അതെ അതെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. അതെ അതെ, അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. താങ്ക് യു. ദീർഘായുസ് തരട്ടെ ദൈവം. താങ്ക് യു, താങ്ക് യു. ഗുഡ് ദീർഘായുസ് ഈവനിങ് മാം മാത്രം സിന്ധു. പോരാ, ആരോഗ്യവും വേണമല്ലോ. അതെ, ആരോഗ്യവും ആയുസ്സും തരട്ടെ. അതെ. ഗുഡ് ഈവനിങ് സിന്ധു മാം. നല്ല സെഷൻ ആയിരുന്നു. നമ്മൾ ഈ കോമ്പറ്റന്റ് ആവുക, റെലവെന്റ് ആവുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ് ഇന്ന് പഠിക്കാനായിട്ട്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം പഠിച്ച് നമ്മളെ മേലേക്ക് ഇങ്ങനെ കയറി കയറി പോകും. Yes. എനിക്ക് ഈ ടോപ്പിക് കേട്ടപ്പോൾ രണ്ടുപേരെ കേട്ടോ ഓർമ്മ വന്നേ. ഒന്ന് നമ്മുടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി. ബാക്കിയുള്ളവർക്ക് ഒഫെൻസീവായിട്ട് തോന്നണ്ട, ബാക്കി ഫാൻസിന് ഒരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2-3-4 വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൾക്ക് തന്നെ വന്ന മാറ്റം നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയിലും കാണാൻ പറ്റും. അല്ല, വേണമെങ്കിൽ എനിക്ക് പണ്ടേ തഴമ്പുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാവുന്ന ഒരു ഏജും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷെ അത് ചെയ്തില്ലല്ലോ. ഓരോ ദിവസവും പുതിയ കാലത്തെ സിനിമക്കനുസരിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്കില്ലും കോമ്പറ്റൻസിയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു. അതിന്റെ റിസൾട്ട് കാണുന്നുണ്ട്. മറ്റുള്ള ലാംഗ്വേജിലുള്ളവർ പോലും പ്രൈസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, ഒരു 10-15 വർഷം മുമ്പൊക്കെ ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റേജൊക്കെ കെട്ടി മൈക്കൊക്കെ കെട്ടി പ്രസംഗിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്നവരായിരുന്നു. നമുക്ക് ആളുകൾക്കിടയിൽ ഒരു ഇതുണ്ടായിരുന്നു, പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവര് അല്ലെ ലളിതമായിട്ട് സംസാരിക്കുന്നവർ, കട്ടിയുള്ള ഭാഷയൊന്നും ഇപ്പം ആളുകൾ ഉപയോഗിക്കാറില്ല. ലളിതമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അല്ലെ, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്ന അത്തരം പൊളിറ്റീഷ്യൻസിനാണ് സ്വീകാര്യത ഉള്ളത്. ഇപ്പൊ ഒന്ന് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ആ ഒരു ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്തവർക്ക് ഇപ്പോഴും ആളുകൾക്കിടയിൽ നല്ല സ്വീകാര്യത ഉണ്ട്. അതേസമയം പണ്ടത്തെ ആ ഒരു രീതി തന്നെ തുടർന്ന് പോകുന്നവരൊക്കെ ഇപ്പം പ്രത്യേകിച്ചും പുതിയ ജനറേഷന് കാണുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും കാലത്തിനും നമ്മുടെ ആളുകൾക്കും അനുസരിച്ച് മാറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഭൂതകാലത്തെ ഓർത്ത് ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരിക്കലും നമുക്ക് സമൂഹത്തിലൊരു റെലവൻസും ഉണ്ടാവില്ല, ആളുകളെ നമ്മളെ ശ്രദ്ധിക്കുകയില്ല. എന്തായാലും വളരെ ലളിതമായിട്ട് ഈ ഒരു ടോപ്പിക് പറഞ്ഞു. താങ്ക് യു സിന്ധു മാം. താങ്ക് യു സർ. സാറ് സിനിമ ഫീൽഡും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചാണ്, എന്തിന് നമ്മളിപ്പോ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ടീച്ചേഴ്സിനെ എടുത്താൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കുട്ടികളുടെ ആ ഒരു സ്റ്റൈലിനോടും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലെ?
അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് വരെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. പക്ഷെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ റെസ്പെക്ട് ചെയ്യാനും അവരൊപ്പം നടക്കാനോ അവർ പറയുന്ന കേൾക്കാനോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലാണ്. അതേസമയം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ എന്തിനും ഏതിനും പണിഷ്മെന്റ് കൊടുക്കുക, ഡയറിയിൽ എഴുതി സൈൻ മേടിപ്പിക്കുക, അങ്ങനെയുള്ള ടീച്ചേഴ്സിനോടൊന്നും പിള്ളേർക്ക് അടുക്കാനേ തോന്നില്ല. അപ്പൊ കാലത്തിനനുസരിച്ചിട്ട് എല്ലാ ഫീൽഡിലും, ഇപ്പൊ സാർ പറഞ്ഞ എക്സാമ്പിൾസ് പോലെ തന്നെ എല്ലാ ഫീൽഡിലും അതിനനുസരിച്ച് തന്നെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതിന് പലപ്പോഴും നമ്മൾ അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. വളരെ നല്ല എക്സാമ്പിൾസോടെ തന്നെ മാം ആ കാര്യങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? അതെ, അർച്ചന മാം പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് കോലം കെട്ടണം. യെസ്, ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും കെട്ടേണ്ടി വരും, പക്ഷെ കെട്ടുക എന്നുള്ളത് തന്നെ. ഇത് തുടക്കം കുറിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ മൊബൈൽ യൂസ് ചെയ്യുന്നതിനോട് വിരോധമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഭയങ്കര ഇങ്ങനെ ഭക്തി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈസ് എ റിട്ടയർഡ് പ്രൊഫസർ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ആലത്തൂരിൽ റിട്ടയർഡ് പ്രൊഫസറാണ്, സീനിയർ പ്രൊഫസറാണ്. അപ്പൊ പുള്ളി ഭയങ്കര ഇങ്ങനെ ഭക്തിയും കാര്യങ്ങളും അങ്ങനെ ഈ മൊബൈലിന്റെ യൂസേജിനോടൊക്കെ ഭയങ്കര വിരോധമുള്ള ആളായിരുന്നു. അങ്ങനെ വിരോധം പറഞ്ഞ് ഇരുന്ന ആള് മോളുടെ കൂടെ, മോള് 2 മക്കളുണ്ട്, പക്ഷെ ഈ മോള് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു എറണാകുളത്തേക്ക്. അപ്പൊ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരം പോവാൻ പതുക്കെ ഇങ്ങോട്ട് തന്നെ പതുക്കെ ഒരു സാധാ മൊബൈലിൽ നിന്ന് മറ്റേ മൊബൈലിലേക്ക് പോയി. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ അച്ഛൻ ഭയങ്കര ബിസി. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര എന്താണെന്നറിയോ, ഈ ആദിയോഗിയുടെയും സദ്ഗുരുവിന്റെയും ഒക്കെ ഇരുന്ന് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രഭാഷണങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെയാന്ന് ചോദിച്ചപ്പോ കാലത്തിനനുസരിച്ച് അച്ഛൻ അഡ്വാൻസ്ഡ് ആയതാണ്. അപ്പൊ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ അവരും ഏതാണ്ട് അതിലേക്ക് തന്നെ മുഴുകി എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു പോസിറ്റീവ് വശം ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്ക് പരാതികളില്ല. മറ്റേത് ഒറ്റപ്പെട്ടു ഒന്നും ചെയ്യാനില്ല എന്നുള്ള പരാതികളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്താണോ ഇഷ്ടം ആ കാര്യങ്ങൾ അതിൽ ആൾക്ക് സമയം കണ്ടെത്തി അതിൽ ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഈ മടി പിടിച്ചിരിക്കുന്നതിന്റെ ഒരു ഇതാണ്. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊബൈൽ എന്നല്ല, ഏതൊരു കാര്യം നമ്മളൊന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് നമുക്ക് തന്നെ തോന്നും, പണ്ട് ഇങ്ങനെ ആയിരുന്നോ ഞാൻ എന്ന്, അല്ലേ? പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മാറ്റങ്ങള് എനിക്ക് തന്നെയുണ്ട് മാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ മാമിനോട് നേരത്തെ, ഞാൻ അതെ ആക്ച്വലി നമുക്ക് IT ഒക്കെയാണ്, പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അത്ര ഓക്കെ അല്ല. എന്തിന് ഞാനൊരു DP പോലും ഇടില്ല. അപ്പൊ എന്നെ നമ്മൾ ഓഫീസിലൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കും. കാര്യം അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓഫീസിൽ നമ്മുടെ കൂടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ പറഞ്ഞാലും ഇവരിങ്ങ് ചെയ്തു തരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കംഫർട്ട് സോണില്ല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തൊരു ജോലി സ്ഥലം അവിടേക്ക് പോയപ്പോൾ അവിടെ എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പോഴാണ് ഞാൻ ഈ അപ്പൊ നമുക്ക് സൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വീഡിയോ എടുത്തിടണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊതുവെ ഞാൻ ഇതിനോട് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ ഫോണിൽ ഒരാളുടെ സ്റ്റാറ്റസ് പോലും കാണുന്ന കൂട്ടത്തിലായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ ഓഫീസ്, ഇപ്പൊ മാം ചോദിച്ചില്ലേ വീഡിയോയുടെ കേസ്, ഇപ്പൊ നമ്മുടെ ഓഫീസിലെ തന്നെ കാര്യങ്ങൾ ഇടാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും അത് ആവശ്യകതയായിട്ട് വന്നു. ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയാൽ പോലും പണ്ടത്തെ കൂട്ടല്ല, പല കാര്യങ്ങളും പലരിലേക്കും എത്തണമല്ലോ. അപ്പം ആക്ച്വലി ഞാൻ ആ കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്തതാണ്. അങ്ങനെ റീലേൺ ചെയ്തത് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് കിട്ടിയത്. അത് നമ്മുടെ ലൈഫിലെ പല സ്ഥലങ്ങളിലും എനിക്കിത് പറ്റത്തില്ലയോ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നിടത്ത് നിന്ന് അല്ല പറ്റുമെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുമ്പോൾ അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു പെയിൻ തന്നെയാണ്. പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും, നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകും, പുറത്തുനിന്നുണ്ടാകും. വല്ലാത്തൊരു പ്രഷർ തന്നെയാണ്. പക്ഷെ ആ പ്രഷറിനെ നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റും. യു വിൽ ഫൈൻഡ് എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്, അല്ലേ? തീർച്ചയായിട്ടും മാം. കാര്യം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കാര്യത്തിനും കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ഓക്കെ ആണെന്ന് കരുതുന്നത് അങ്ങനെയൊക്കെയുള്ള, പിന്നെ കുറച്ച് പീപ്പിൾ പ്ലീസിങ്, ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയണമല്ലോ. ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇതായിരുന്നു എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് മാറ്റം, കുറേയൊക്കെ എല്ലാം മാറ്റാൻ നമുക്ക് പറ്റുമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പൂർണ്ണമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചപ്പോൾ കുറെ മാറ്റങ്ങൾ നമ്മളിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അൺലേൺ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത. കാരണം കുഞ്ഞിലെ തൊട്ടേ നമ്മളെ
പറഞ്ഞ് പഠിപ്പിക്കുന്ന ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കുറെ കാലം ചെയ്തു. അപ്പോഴൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ സന്തോഷവും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഈ സാഹചര്യങ്ങൾക്ക് അവരന്ന് നമുക്ക് പറഞ്ഞു തന്നത് അന്നത്തെ അവരുടെ കഴിവ് അല്ലെങ്കിൽ അന്നത്തെ അനുഭവം അന്നത്തെ സാഹചര്യം ഒക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ അതിനെ തന്നെ നമ്മൾ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരിക്കലും നമുക്ക് നടക്കത്തില്ല. ഞാൻ അത് ഇപ്പോഴും നമുക്ക് ഓർക്കുന്നു, സിന്ധു മാം ഒരു പ്രാവശ്യം നമ്മുടെ ബാച്ചില് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പം പറഞ്ഞത്, മാം ഞാൻ എന്റെ DP ഇട്ടു, ഞാൻ പിക്ക് അതെ. ഇട്ടു എന്റെ DP-യിൽ അത് ചിലപ്പം ആളുകൾക്ക് കേൾക്കുമ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണോ അവനവന്റെ DP-യിൽ ഒരു പിക്ക് ഇടുക എന്നുള്ളത്? പക്ഷെ ഒരിക്കലും അത് ചെയ്യാതെ അതിനെ ഒരു വലിയൊരു പ്രോബ്ലമായി അതിനെ മറികടക്കാൻ പറ്റാതിരിക്കുന്ന ഒരാൾക്ക് അത് തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമാണ്. ഞാൻ അപ്പൊ ഒരിക്കൽ മാം പോലും ഭയങ്കര അതിന് എന്നുവെച്ചാൽ ആളുകൾ ട്രെയിനിങ് വേണ്ടി വന്നു. ഫൈസൽ ആണ് സാറിന്റെ ട്രെയിനിങ് വേണ്ടി വന്നു എന്നാണ്. അങ്ങനെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ മാം, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളിപ്പോ ഒരു മരം മുറിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കുറെ വെട്ടി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തും. പക്ഷെ ലാസ്റ്റ് ഇത് വീഴണം എന്നുണ്ടെങ്കിൽ ആ ഒരു വെട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളിൽ എനിക്ക് കിട്ടിയ വെട്ട് ആ വെട്ടായിരുന്നു എന്ന് പറയും. കാര്യം എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നോട് എത്ര വട്ടം പറയുന്ന അറിയാമോ, ഇയാള് അത് എന്തോ എനിക്ക് പക്ഷെ പിന്നീട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, പല കാര്യങ്ങളും മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും നമുക്ക് ഓക്കെയാണ്, നമുക്ക് ചെയ്യാം. നമുക്ക് വെച്ചാൽ അല്ല. അവിടെ ഹലോ യെസ്, പറയൂ ഫൗസിയ. ബിസ്ക്കറ്റോടെ നമ്മള് ഇന്നിപ്പോ ന്യൂ ജനറേഷൻ മക്കളോട് നമ്മൾ പറയണേ, ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു, അത് നിങ്ങളെ കാലം, ഇതിപ്പോ നമ്മളെ കാലം. അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കളെ എവിടെ നോക്കിയാലും. ഒരു മരുമകളോട് ഒരു അമ്മായിമ്മ പറഞ്ഞാലും വേഗം പറയും. പിന്നെ അവർക്ക് അവിടെ വേറൊന്നും പറയാനുള്ള ഒരു ഇതില്ല, അല്ലേ? എന്ത് പറയണെങ്കിലും അതാ അതെ, എപ്പോഴും വിചാരിക്കുക. എല്ലാവരും പറയില്ലേ തന്ത വൈബ് തള്ള വൈബ് എന്ന്. അതെന്താ ഇത് തള്ള വൈബ്? ഞാനത് നേരെ തിരിച്ചു പറയും, ഞാനൊരു വൈബ് തള്ളയാണ്. അപ്പൊ അങ്ങനെ ആയാ മതി ഫൗസിയ മാം. ഒരു വൈബ് യെസ്, അമ്മായിയമ്മയും വൈബ് തള്ളയും ഒക്കെ ആയാ മതി. പറയൂ ഫൗസിയ മാം. അല്ല, നമ്മൾക്ക് ഇതിനെ പറ്റിയ എന്താ വെച്ചാൽ ന്യൂ ജനറേഷനിൽ നല്ലൊരു ക്ലാസ് നമ്മൾ പഴയ കാലത്ത് നമ്മൾ കുറെ അനുഭവിച്ചതൊക്കെ നമ്മൾ അവരോട് പറയും. പൊതുവെ ഇപ്പൊ നമ്മള് ഇന്നിപ്പോ ഈ വേഗം രാത്രി ഔട്ടിങ്ങാ, ഒരു വീട്ടിലും രാത്രി ഭക്ഷണം ഇല്ല പുറത്ത്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കൂ. അത് അതെ അതെ, അവിടെ ഒരുപാട് മാറ്റം വന്നു. ക്യാഷ് ഉണ്ടോ ഇല്ലേന്ന് അവിടെ ഇല്ല. കുട്ടികൾ പറയാ പോവാ, വണ്ടി എടുക്കാൻ പോവാ, വണ്ടിയിലോ അല്ലെങ്കിൽ വണ്ടി വിളിച്ചെങ്കിലും. പക്ഷെ നമ്മുടെ പൂർവികര്, നമ്മുടെ വല്യച്ഛന്മാര് അവരൊക്കെ പാടത്ത് പോയി ഒരു പാത്രം കഞ്ഞി വെള്ളോ എന്തോ വെച്ചു വൈകിട്ട് വീട്ടിലേക്ക് വന്നു, ചെരുപ്പിടുന്നില്ല. ആ കാര്യം ഭയങ്കര വിഷമം. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നമ്മൾ ഇന്ന് താറുമാറാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് മുന്നോട്ട് ഇല്ല. ഒരുവിധം ന്യൂ ജനറേഷനെ പറ്റി പറയാം. ഇതിൽ നമ്മളെ ഈ തലമുറ, ഈ ഒരു 30 ഏജിന് അങ്ങോട്ടുള്ളവരൊക്കെ ഏകദേശം പെടും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ, ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ നല്ലൊരു ക്ലാസ് നമുക്ക് കൊടുക്കണം കുട്ടികൾക്ക്, അതാ വേണ്ടത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഈ ക്ലാസ്സിലെ Good evening, ചിലപ്പോ നമ്മുടെ സിന്ധു മാം. ഓക്കെ പറഞ്ഞോളൂ. പറയാൻ അല്ല, കുഴപ്പമില്ല, അത് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ ക്ലാസ്സിൽ കയറുമ്പോഴേ സാറേ പിള്ളേരോട് ഇങ്ങനെ പറയും. ഇപ്പം ഈ ഫൗസിയ മാം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണേ. അപ്പൊ ഞാനിങ്ങനെ പിള്ളേരോട് ചിലപ്പം പറയാറുണ്ട്. അപ്പൊ ഇവന്മാരിങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറയും, നല്ല കൂട്ടാണ് നമ്മളുമായിട്ട്, ടീച്ചറെ ഒരു മന്ത്ലി പോവാണ്, അപ്പൊ ഇത്ര പൈസയുടെ കുറവുണ്ട്, ഇത്തിരി പൈസ ഇടാൻ പറ്റുമെന്നൊക്കെയല്ല അമ്മമാര് ചോദിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോൾ അമ്മമാരോട് പറയും, അത് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, അപ്പം നമ്മുടെ വീട്ടിലൊക്കെ അന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ല, പക്ഷെ കുറച്ച് വസ്തുവൊക്കെ ഉണ്ട്. അപ്പം കൃഷിയുണ്ട്, പിന്നെ അതിനപ്പുറത്ത് കോഴിയുണ്ട്. അപ്പൊ ഈ കോഴിമുട്ട വാങ്ങാൻ വേണ്ടി ഒരാൾ വീട്ടിൽ വരും. ഞാനിത് പിള്ളേരോട് പറയും ക്ലാസ്സിൽ. പക്ഷെ കുറെ എനിക്ക് തോന്നുന്നു പല കഥകളും അവരെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയണ, ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ബസ് കൂലി തരുന്ന പൈസക്ക് ജീരകത്തിന്റെ മണമാണ്. കാര്യം ചിലപ്പം അമ്മ ഇത് വാങ്ങി പേഴ്സിലൊന്നും അല്ല വെക്കുക, ഈ ചിലപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ചിലപ്പോൾ ഇടുന്നത് ജീരകപ്പാട്ടയിലായിരിക്കും. അപ്പൊ ഉമ്മാര് ചോദിക്കും, എന്താ ടീച്ചറെ? ഞാൻ പറയണത് അത് ജീരകപ്പാട്ടയിൽ നമ്മുടെ കയ്യിൽ ആ പൈസ കിട്ടുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു പൈസ ചോദിക്കാൻ നമ്മുടെ മൈൻഡിൽ ഓക്കെ അല്ല. കാര്യം ആ പൈസയാണ് നമുക്ക് തരുന്നത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് വണ്ടിക്കൂലിക്ക് വേണ്ടിയിട്ട്. അപ്പം
എന്തോ 25 പൈസ അന്ന് അധികമായിരുന്നു നമുക്ക് അല്ലേ? ബസ്സിന് 25 പൈസ അല്ലേ? ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ. എന്നിട്ട് ആ പൈസ തുണ്ടെടുത്ത് വെച്ചിട്ട് ഒരു നോട്ട് ബുക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കും, ബാക്കി ബാലൻസ് വന്നാൽ. അതൊക്കെ ശരിയാണ്. അങ്ങനെ കുട്ടികളുണ്ട് മാം. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ ഇവരെ ഒന്ന് എഡ്യൂക്കേറ്റ്, മീൻസ് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഉള്ളതും നമ്മുടെ ഇല്ലാത്തതും കുറെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഒരു 10% കുട്ടികൾ കുറച്ച് പ്രശ്നം, പക്ഷെ എങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇവന്മാര് കേൾക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഈ വീട്ടിന്റെ പൈസ, ഇത് ഫീസ് അടയ്ക്കണോ കുഴിമന്തി കഴിക്കണോ? വേണ്ട ടീച്ചർ, ഞാൻ വീട്ടിൽ പോയി ചോറുണ്ടോളാം. അങ്ങനെ പറയുന്ന കുട്ടികളും ഉണ്ട്. സാറേ പറഞ്ഞേട്ടെ തോമസ് സാർ. ശരി സാറ് മാം. പറയും. ഗുഡ് ഈവനിങ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റും. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. ഇടയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അൺമ്യൂട്ട് ചെയ്തെങ്കിലും ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വന്നതാണ്. സോറി. എൻജോയ് ചെയ്തു. മാം പറഞ്ഞ കാര്യങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ കാര്യമാണ്. അമ്മച്ചി എന്ന് പറയുമ്പം മദറിന്റെ മദർ. അപ്പം ആൾക്കാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് 85 വയസ്സിന് മുകളിലുണ്ട്. അപ്പം വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന, ദൈവം അനുഗ്രഹിച്ച് ഗാർഡനിങ്, പത്രം വായന എല്ലാം വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പം താഴോട്ട് ഈ മക്കളും കൊച്ചുമക്കളും എല്ലാം ഈ ഫോണിൽ എൻഗേജ് ആയപ്പം ആള് വിട്ടുകൊടുത്തില്ല. എന്നോട്, ഞാനാണ് കൊച്ചുമക്കളിൽ കുറച്ച് പ്രിയപ്പെട്ട ആൾ, എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, മോനേടാ എനിക്കും ഒരു ഫോൺ വേണം. ഞാൻ പറഞ്ഞു, എന്ത് ഫോണാ അമ്മേ? ഇതേണ്ട നിങ്ങൾ ഈ കുത്തി കളിക്കുന്നില്ലേ, അതുപോലെ ഒരെണ്ണം എനിക്കും വേണം. അപ്പം ഞാൻ വിചാരിച്ച അമ്മച്ചി ഇതിന് ഞാനെങ്ങനെ പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഉണ്ടല്ലോ, വളരെ സ്മാർട്ടായിട്ട് ആളിപ്പം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും, ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യും, വാർത്തകളൊക്കെ ഇങ്ങോട്ടാ പറയുന്നത് കേട്ടിട്ട്. അതാണ് ആ ഒരു വീണ്ടും ലേൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ചുറ്റും എങ്ങനെയാണോ. എന്നാൽ അതേസമയം ആടെ മെയിൻ ഹാബിറ്റുകളിലൊന്നും പത്രം വായനയാണ്. അതിനെ വിട്ട് കളഞ്ഞിട്ടുമില്ല. അതിനും ടൈം കണ്ടെത്തും. ഫുള്ള് പത്രം വായിക്കും, ഫ്രണ്ട് പേജ് തൊട്ട് ലാസ്റ്റ് വരെ. പിന്നെ ഇതിനകത്തെ വാർത്തയും കാണും. സോ വളരെ എന്ന് വെച്ചാൽ അതൊക്കെ എന്താ പറയാ, ഞാൻ എപ്പോഴും ചിന്തിക്കും. ഒന്നും ഇങ്ങനെ ഇടയ്ക്ക് ഡൗട്ട് ചോദിക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്തെന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെ പഠിക്കുന്നത്. അതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു സർ. സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, പഴയ ആൾക്കാരെ കൂടെ ജീവിക്കുമ്പോൾ പ്രത്യേക ഒരു വൈബ് തന്നെ. സിന്ധു, അല്ല, ഈ പണ്ട് പറഞ്ഞ ഒരു വാചകം ഉണ്ടല്ലോ, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നുള്ളത്. ആവശ്യമാണ് അതാണ് സൃഷ്ടിയുടെ പലപ്പോഴും മാതാവ്. സംഭവിക്കുന്നത് അല്ലെ? പലപ്പോഴും ആവശ്യ അതന്നെയാണ് സംഭവിക്കുന്നത്. ഉം. അതെ. നിവൃത്തിയില്ല, ചെയ്തേ പറ്റുള്ളൂ എന്ന് വരുമ്പോ മാത്രമാണ് നമ്മൾ മാറണത്. ചിലത് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് മാം അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല. ഇപ്പൊ ഞാനീ പറയുന്നെങ്കിലേ നമ്മളെല്ലാവരും ഇവിടെ ഇപ്പൊ പഠിക്കാനായിട്ടാണെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല സ്കൂളിലൊക്കെ പോയപ്പോ നമ്മൾ 100% ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ സാറ് പറയുന്ന ഹോംവർക്ക് ഒക്കെ അതേപോലെ ചെയ്ത് ഒരിക്കലും ഇല്ല. അടി ഒരിക്കലുമല്ല. പക്ഷെ എവിടെയോ നമുക്ക് ഇതൊന്ന് ആവശ്യകത വന്നപ്പം നമ്മുടെ ഇപ്പൊ ആരും പറയണ്ട. ഇപ്പൊ എന്റെ മോനൊക്കെ എന്നോട് പറയും, കൊച്ചാണേ, അമ്മ ജോലി കിട്ടാനല്ലേ പഠിക്കുന്നത്, ഞാനായിരുന്നെങ്കിൽ ജോലിയൊക്കെ കിട്ടിയെങ്കിൽ എപ്പോഴും നിർത്തിയേനെന്ന്. അപ്പൊ ഞാൻ പറയണ, അത് ചില സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്, ഈ നഷ്ടപ്പെടുന്ന സാധനങ്ങൾക്കാണ് നമുക്ക് കുറച്ചും കൂടി വാല്യൂ നമ്മുടെ ഇപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് ചില നഷ്ടങ്ങൾ നല്ലതാ, നമുക്കതിന്റെ മൂല്യം മനസ്സിലാവും. ഞാൻ അപ്പൊ എത്രയോ നമുക്ക് എന്തായാലും വർഷങ്ങളായിട്ട് ടെക്നോളജി ഫീൽഡിലുള്ള ഒരാളാണ്. പക്ഷെ മോൻ ഇതുപോലെ അവരുടെ സ്കൂളിൽ കോഡിംഗ് പഠിപ്പിക്കുന്നുണ്ട്. സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്നൊക്കെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഞാനൊരു ദിവസം അവന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഞാനിത് കണ്ടിട്ടില്ല മുമ്പ്, ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. നമ്മളറിയാത്ത കാര്യങ്ങളും ചുറ്റും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ സിലബസ് എല്ലാം ആണെങ്കിലും എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം നമ്മൾ പഠിച്ച കാലത്തുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നൊക്കെ. അപ്പം നമുക്ക് എല്ലാം അറിയാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ അറിവ് മതി എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഈ പറയുന്ന മാതിരി അവിടെ ഇരിക്കുകയേ ഉള്ളൂ. മറ്റേ കിണറ്റിൽപ്പെട്ട തവളയുടെ അവസ്ഥയാണ് അല്ലെ. തവള വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ ലോകം എന്നാ. പുറത്തേക്ക് ചാടി നോക്കിയാലേ അറിയുള്ളൂ ഇതിലും വലുതെന്തോ പുറത്തുണ്ട് എന്നുള്ളത്. ചാടാനുള്ള ഒരു മടി മാറിക്കഴിഞ്ഞാൽ പിന്നെ, ചാടി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഒരു തുടക്കം കിട്ടണം. അതിന് പലപ്പോഴും ഈ പറഞ്ഞ പോലെ നെസസിറ്റി തന്നെയാണ്. ഇപ്പം വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ വേണം. അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു അത്യാവശ്യമായിട്ട് മാറും. ലൈഫിലാണെങ്കിൽ ഇപ്പൊ ഈ
പ്രായമായവരെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ക്യാഷ് എടുക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പം സ്ട്രീറ്റ് വെൻഡേഴ്സ് വരെ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതെ, ഞാൻ ക്യാഷേ ഉപയോഗിക്കുള്ളൂ, അല്ലെ, എനിക്ക് ഗൂഗിൾ പേ അറിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതൊരു ആവശ്യമായി മാറി. അതുപോലെ ഓരോരോ കാര്യങ്ങള് സോഷ്യൽ മീഡിയ പ്രസൻസ് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയ ആളുകളെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഏത് മേഖലയിലും ആവശ്യങ്ങൾ മാറി, കാലം മാറി, അതിനനുസരിച്ച് നമ്മൾ മാറണം. അതെ ഡെഫിനറ്റ്ലി. സാർ ഇത് പറഞ്ഞപ്പോ ഞാൻ റിലേറ്റ് ചെയ്ത് അങ്ങനെ കോവിഡ് ഒക്കെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ അച്ഛൻ ഇപ്പം 84 ആണ്. അച്ഛൻ പ്രൊഫഷൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്, നോട്ടറി ആണ്, അതൊക്കെയാണ്. പക്ഷെ അച്ഛൻ ഈ ഗൂഗിൾ പേ അതൊക്കെ ചെയ്യാ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാശ് പോവോ പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ച് കുറെ കാലം യൂസ് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പം അച്ഛന് മനസ്സിലായി, ഈ സാർ പറഞ്ഞ പോലെ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ അടുത്ത് പോലും ജിപേ ആണ്. ചേഞ്ച് ഇല്ല സാർ, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ചെയ്യൂ. പിന്നെ അച്ഛന് മനസ്സിലായി നിവൃത്തിയില്ല, ഇനി അതിലേക്ക് മാറിയേ പറ്റുള്ളൂ. ഇപ്പൊ സ്ട്രീറ്റ് വെൻഡർ എന്തിനു ഏറ്റവും ഏതിനും നല്ല ഇപ്പൊ എന്തിനു നമ്മുടെ ഏതിനും എക്സാമ്പിള് ജിപേ ചെയ്യാലോ, അല്ല ജിപേ ചെയ്യാലോ. നമ്മുടെ വീട്ടിലെ ഇങ്ങനെ ഈ ഭിക്ഷയ്ക്ക് വരുന്നവര് പറയുമല്ലോ ഗൂഗിൾ ജിപേ പേ ചെയ്താൽ മതി. അതെ അതെ, സത്യം ചേഞ്ച് ഇല്ല എന്ന് അവരോട് അതെ പറയാൻ പറ്റില്ല. അത് ഇപ്പൊ അത് രസാട്ടോ. ജിപേ ഇല്ലെന്ന് ചോദിക്കും. ഞങ്ങളെ അവർക്ക് ഇവിടെ വരെ ഉണ്ട്. ഇവിടെ ഞാനിതുപോലെ കണ്ടിട്ടാട്ടോ, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പെരുന്നാളിന് നോക്കിയപ്പോ ബാംഗ്ലൂർ ആട്ടോ, ഭയങ്കര മഴയാ. അപ്പൊ ആൾക്ക് ഭിക്ഷ യാചിക്കാൻ പറ്റൂല. അപ്പൊ നോക്കിയപ്പോ ജിപേയുടെ ഇത് കൊട ചൂണ്ടിട്ട് ജിപേയുടെ ഇത് ഫ്രണ്ടിൽ തന്നെ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പോലും ഭയങ്കര അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറയട്ടെ, അവർക്ക് പോലും ജിപേ യൂസ് ചെയ്യാൻ അറിയാം, എന്നിട്ട് നിങ്ങളൊന്ന് അതെ യൂസ് അതെ അതെ ചെയ്യാതിരിക്കുക. ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഇവിടെ റോഡ് സൈഡിലൊക്കെ നടക്കുന്ന വ്യക്തി അവരുടെ അടുത്തൊക്കെ ജിപേയുടെ അത് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് സ്കാനർ ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരും നമുക്ക്. നല്ലൊരു അതെ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടണ്ട, കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ്. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മള് ഒരുപാട് ഡിസ്കഷൻസിലേക്ക് പോയി. ആക്ച്വലി ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഒരു സെഷനിൽ പറയുന്ന ഒരു കണ്ടന്റിനേക്കാൾ കൂടുതൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആ ഒരു ടോപ്പിക് ആയാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ വരുന്നു, ഒരു ട്രെയിനർ ക്ലാസ് എടുക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു, അത് അവിടെ തന്നെ കഴിയുകയാണ്. പലപ്പോഴും അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ, അനുഭവങ്ങൾ, ഇതൊക്കെ പറയുമ്പോഴാണ് പലപ്പോഴും ട്രെയിനേഴ്സ് എന്നുള്ള നിലയ്ക്കായാലും നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാനും അല്ലെ അതെ അതെ. മുന്നേറാനും ഒക്കെ സാധിക്കുള്ളൂ. ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിൽ തലയിൽ അത് അവിടെ നിന്നു. പക്ഷെ അതെ അതെ നമ്മള് ഡെഫിനറ്റ്ലി. വായിച്ചാൽ അത്ര കിട്ടൂല. അതെ അതെ. അതെ കിട്ടില്ല. ഇപ്പൊ ഫൗസിയ മാം പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചതാണ്, കുട്ടികളിൽ അത്തരത്തിലൊരു ബോധവൽക്കരണത്തിന്റെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മാം പറഞ്ഞപ്പോ തൊട്ട് എന്റെ മനസ്സിൽ അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് പോകുന്നത്. എന്തായിരിക്കണം നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോയ സിന്ധു മാമിനും അതിന് ഒരു ഇൻട്രോ തന്ന, നല്ലൊരു ഇൻട്രോ തന്ന രശ്മി മാമിനും ഒരുപാട് നന്ദി. അതുപോലെ ഇത്രയും നേരം ഇന്നിവിടെ വന്ന് ലൈവ് പ്രസൻസ് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ. അപ്പോൾ അതുവരെയ്ക്കും ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.